അതിൻ്റെ രണ്ടാമത്തെ നിലയുടെ ഒരു ഭാഗം മാത്രമാണ് മുകളിലേക്ക് കാണാൻ കഴിയുന്നത്. അത്രമേൽ മണ്ണും ചെളിയും മൂടിയിരിക്കുന്നു. ടീച്ചർ അവിടെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ നമ്പർ ശേഖരിച്ചുകൊണ്ട് അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അവരൊക്കെ സുരക്ഷിതരാണോ? നമുക്ക് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ 582 കുട്ടികളാണ് ഉള്ളത്. അതില് നമുക്ക് ഇപ്പം വരെയും 19 കുട്ടികളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാരെയും നമുക്ക് ഈ സമയം കൊണ്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപക്ഷെ അവിടെ കറണ്ട് ഇല്ല, അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കാം. ഇനി അല്ലെങ്കിൽ പല ആളുകളും പ്രാണരക്ഷാർത്ഥം ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്, അപ്പൊ ഫോണ് നഷ്ടപ്പെട്ടതായിരിക്കാം. അതുകൊണ്ട് കുട്ടികളുടെ അത്രയും കുട്ടികളെ നമ്മൾ 3 മണിയോട് കൂടിയാണ് നമ്മൾ ഈ ദുരന്തം അറിയുന്നത് രാത്രിക്ക്. അന്നേരം 3:30 തൊട്ടിട്ട് ക്ലാസ് ടീച്ചേഴ്സ് അതുപോലെ മറ്റധ്യാപകരെല്ലാരും അപ്പം തൊട്ട് നമുക്ക് ക്ലാസ് ഗ്രൂപ്പുകളിൽ നിന്ന് നമ്പറുകളൊക്കെ എടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കുട്ടികളെ നമുക്ക് ഇപ്പോഴും ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടീച്ചർ, ഈ 582 കുട്ടികൾ, അതിൽ 19 കുട്ടികൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പൂർണ്ണമായും സുരക്ഷിതരാണോ? അതോ ഈ പരിക്കേറ്റും മറ്റുമൊക്കെ? അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ആ ഒരു പ്രദേശത്തിന്റെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്നൊന്നും നമുക്കിപ്പം പറയാൻ പറ്റുന്നില്ല. അതുപോലെ ടീച്ചർ, ഈ 19 കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള കുട്ടികളാണോ? അങ്ങനെ അവരുടെ മുണ്ടക്കൈ, ചൂരൽമല, കാരണം ഇതൊരു കുറേയേറെ പ്രദേശത്തെ മൊത്തം ബാധിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് അവിടെ ആ ഒരു കുറച്ച് കിലോമീറ്ററുകൾക്കുള്ളിലുള്ള കുട്ടികളാണ്. എന്നാലും കൃത്യമായി ഇവർ ഈ 19 എന്ന എണ്ണത്തിലേക്ക് നിങ്ങൾ എത്തിയല്ലോ. അതിനുശേഷം ഈ കുട്ടികൾ കൂടുതൽ ഏത് ഭാഗത്തുള്ളവരാണ്? അങ്ങനെ ഒരു വിവരം ശേഖരണം നടന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം. നമുക്ക് അങ്ങനെയുള്ള ഒരു വിവരശേഖരണം അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഭാഗത്തുനിന്ന് ഈ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലുള്ള കുട്ടികളാണ്. നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന ഒരു ഹയർ സെക്കൻഡറി ഒഴിച്ച് 1 മുതൽ 10 വരെ വരുന്ന മുഴുവൻ കുട്ടികളും ആ പ്രദേശത്തുള്ളവരാണ്. മുണ്ടക്കൈ ഭാഗത്ത് ഹയർ സെക്കൻഡറിയിലേക്ക് VHSയിലേക്ക് മാത്രമാണ് കുറച്ച് കുട്ടികൾ പുറത്തുനിന്ന് വരുന്നവരുള്ളൂ. മുണ്ടക്കൈ, ചൂരൽമല ഭാഗത്തുള്ളവരാണ് ഈ 19 കുട്ടികളും, ഇല്ലേ? അതെ അതെ അതെ. ടീച്ചർ, നിങ്ങൾ ഒക്കെ ഇപ്പോ എവിടെയാണുള്ളത്? നിങ്ങളുടെ സ്കൂള് നിന്ന ഭാഗം മുഴുവൻ ആ ദൃശ്യങ്ങൾ ഒട്ടും സഹിക്കാൻ കഴിയില്ല. ആ കാഴ്ച മുഖ്യമന്ത്രി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആ കാര്യമൊക്കെ സൂചിപ്പിച്ചു. ടീച്ചർമാർ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഇടങ്ങളൊക്കെ ഈ സ്കൂൾ പരിസരങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ. മിക്കവരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ടീച്ചറിന് പരിചയമുള്ളവർ, സഹപ്രവർത്തകർ, അവരൊക്കെ സേഫ് ആണോ? ആണ്. നമുക്ക് ഏകദേശം 10 പേരാണ് സ്കൂളിന്റെ അടുത്ത് താമസിക്കുന്നത്, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമായിട്ട്. അതില് നമുക്ക് ഇന്നലെ 5 പേരാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. അവരെല്ലാം 8 മണിയോടുകൂടി നമുക്ക് അവരൊക്കെ സേഫായി. ബാക്കി ഇന്നലെ നമ്മൾ സ്കൂളിന് അവധി കൊടുത്തുകൊണ്ട് കുറച്ച് അധ്യാപകർ വീട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ടീച്ചേഴ്സ് എല്ലാവരും സേഫ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ടീച്ചർ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ റിപ്പോർട്ടർമാരൊക്കെ പറയുന്നത് ഇത് സ്കൂൾ ഗ്രൗണ്ട് നിന്ന സ്ഥലമാണ് എന്നൊക്കെ പറയുന്നു. അവിടങ്ങളിൽ ഒന്നും അവശേഷിപ്പിക്കാണ്ട് അവിടെ മുഴുവൻ ഈ കല്ലും മലയും ഒക്കെ വിഴുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞു ഇതൊരു സമതല പ്രദേശമാണ്, ഈ സ്കൂളിൽ നിന്ന ഭാഗമൊക്കെ സമതല പ്രദേശമാണ്, ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അപകടം ആ പ്രദേശത്തുണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല, അത് ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സാധ്യതാ പ്രദേശം പോലും ആയിരുന്നില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഭയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയോ തോന്നിയിട്ടുണ്ടോ? അവിടെ വർഷങ്ങളായി ഉള്ള ടീച്ചറാണല്ലോ. ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഇന്ന് വരെയും തോന്നിയിട്ടില്ല. ടീച്ചർ, ഒരു പക്ഷേ ഇത് രാത്രിയിലായിരുന്നില്ല എങ്കിലുള്ളൊരു അവസ്ഥ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ആലോചിക്കാനേ കഴിയുന്നില്ല. കാരണം അത് ഞങ്ങൾക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ശരി, എന്തായാലും സാധ്യമായ നിലയിൽ കുട്ടികളുടെ വിവരങ്ങൾ തേടാൻ ശ്രമിക്കുകയാണല്ലോ. നടക്കട്ടെ ടീച്ചർ, ഞങ്ങൾ ബന്ധപ്പെടാം. എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ ടീച്ചറുടെ പരിചയത്തിലോ സുഹൃത്തുക്കളോ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങളോ മറ്റോ വേണമെങ്കിലും അറിയിക്കുക, ഞങ്ങളും ബന്ധപ്പെടാം. എന്തായാലും അവർ ഈ പ്രദേശം തിരിച്ച് കുട്ടികളുടെ കണക്കെടുത്ത് രാവിലെ മുതൽ തന്നെ അവരെ ബന്ധപ്പെടാനൊക്കെയുള്ള ശ്രമം ടീച്ചറിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇപ്പോൾ മേപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത്